കേൾക്കാൻ വേണ്ടി തന്നെയാ പറഞ്ഞത്. എന്റെ നന്ദിനി, ഇത് ആഘോഷമാ. ഇവിടെ വേറെ സംസാരങ്ങളൊന്നുമില്ല. എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാന്ന് മാത്രമേ ഉള്ളൂ. രാജോട്ടാ, അടുത്ത പടക്കം എടുക്കാൻ ഇത് കത്തിക്ക്. പിടിക്ക്, ഇങ്ങോട്ട് വാങ്ങി സൂര്യ, സൂക്ഷിച്ച്. അവിടെ നിന്ന് കത്തുന്നുണ്ട്. കത്തിക്ക്, കത്തിക്ക്, നിർത്തല്ലേ, കത്തിക്ക്. മോളെ സൂക്ഷിച്ചേ. അതെ, കത്തിയോ? അടിപൊളി. സുദേവ, ആയിരത്ത് കത്തിക്ക്. കണ്ടില്ലോടോ എല്ലാവരുടെയും സന്തോഷം. എന്റെ മക്കളും ഇപ്പൊ ഇതിൽ ചേർന്നു. കത്തിക്ക്. ഇപ്പൊ നിങ്ങളുടെ സങ്കടമൊക്കെ മാറിയില്ലേ? ഓവ് സാറേ, പിള്ളേര് വന്ന് കൂടുമെന്ന് കരുതിയില്ല. ഇപ്പൊ സന്തോഷായി. പത്മ മാഡം കൂടി വന്നിരുന്നെങ്കിൽ. ആ, പത്മയും വരും. ഇന്നല്ല, നാളെ വിഷു ദിവസമെങ്കിലും പത്മ എല്ലാവരുടെയും കൂടെ ചേരും. സമാധാനമായിട്ടിരിക്കേ. രാജേട്ടാ, നന്ദിനി, നാത്തൂമാരോട്ട് ഒത്തുചേർന്ന് ആഘോഷിക്കുകയാണല്ലേ? സർ, അവരായിട്ട് കൂടെ വന്നതാ. സാറായിട്ട് ഇനി അവരെ വിഷമിപ്പിക്കരുത്. ഞാൻ വിഷമിപ്പിക്കുന്നില്ല. കത്തിക്ക, പിടിച്ചോ, കത്തിക്ക. കൈ കൊള്ളല്ലേ കേട്ടോ, നോക്കിക്കോണോ. നന്ദിനി, അയ്യോ ആന്റി, ആരുടെ ഫോൺ? സൂര്യ സാറിന്റെ ഫോണല്ലേ? പോയി സാറിനോട് പറയാം. കത്തിക്കങ്ങോട്ട്, എടുക്കുക അങ്ങോട്ട്. ദേ ഇരിക്കുന്നില്ലേ രാജോട്ടൻ അവിടെ? രാജോട്ടാ, സൂര്യ സാറേ, സൂര്യ സാറേ, 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 സൂര്യ സാറേ, സാറേ, സാറിന്റെ ഫോൺ അവിടെ കിടന്ന് ബെല്ലടിക്കുന്നു. അയ്യോ സാറേ, അത് എനിക്ക് എടുക്കാൻ അറിഞ്ഞൂടാ. അവിടെ ചാർജറിൽ ഇരിക്കുകയാണ്. അത് വല്ലതും തറയെ വീണെടുത്ത് പൊട്ടിയ. ശരി, ഇത് പിടി, ഞാൻ ദാ വരുന്നു. ആഘോഷങ്ങൾ നടക്കട്ടെ. നന്ദിനി, ഞാൻ ദാ വരുന്നു. ഹലോ മോളെ, ഇപ്പൊ മനസ്സിലെ മഴക്കാറൊക്കെ പോയില്ലേ? പത്മയുടെ അനുവാദം ഇല്ലാതെ ഇവരിതിന്റെ കൂടെ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതെന്തായാലും ഇല്ല സർ. അവര് വന്നപ്പോഴാ സത്യത്തിൽ സന്തോഷായത്. ഇല്ലെങ്കിൽ സാറിന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഉമ്മറത്ത് ഇതെല്ലാം ചെയ്യുമ്പോ അവരകത്ത് മുറിയിൽ അടച്ചിരുന്ന ഇതിന് വല്ല അർത്ഥമുണ്ടോ സർ? എല്ലാം ദേവി കാണുന്നുണ്ട് മോളെ. എല്ലാം നന്നായിട്ട് നടക്കും ചേച്ചി.
ശരി ശരി. ഓക്കെ. ഞാനിപ്പോ വരാം.